തത്വമയോടൊപ്പം ഉള്ളത് വിഴിഞ്ഞത്തെ മുൻ 2015 കൗൺസിലറായിരുന്ന അതായത് കൗൺസിലർ നമ്മുടെ കോർപ്പറേഷനിലേക്ക് ലയിക്കുന്നതിന് മുമ്പേ വിഴിഞ്ഞത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ എൻ.എ. റഷീദാണ്. അദ്ദേഹം 2 തലമുറയായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആൾക്കാരാണ്. ഇടതുപക്ഷത്തിലെ ആൾക്കാരായിരുന്നു, സജീവ പ്രവർത്തകരായിരുന്നു, പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ ഹോമിച്ച ആൾക്കാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല കാലം മുഴുവൻ, യൗവനം മുഴുവൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഹോമിച്ച ഒരാളാണ്. പക്ഷേ പാർട്ടി ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിനോട് ചെയ്ത ചെയ്തികൾ അദ്ദേഹത്തെ വളരെയധികം മാനസികമായി തളർത്തിയിരിക്കുന്നു. ആ ഒരു മാനസിക ആഘാതം സഹിக்க വയ്യാതെയാണ് ദേശീയതയുടെ രാഷ്ട്രീയം തേടി, ദേശീയതയുടെ ഒരു BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തേടി, NDA ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തേടി NDAയോടൊപ്പം ലയിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണം, ദേശീയതയ്ക്കാണല്ലോ നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം ഇപ്പോൾ മോദിജിയുടെ ഭരണം വളരെയധികം എല്ലാ രാജ്യങ്ങളുടെ ഇടയിലും നമുക്ക് നല്ലധികം അംഗീകാരം വന്നിട്ടുണ്ട്. ആ അംഗീകാരം നമ്മളെയും എന്നെപ്പോലുള്ള കുറേ ആൾക്കാരൊക്കെ ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലോട്ട് വന്നത്. അല്ല ആരുടെയും സമ്മർദ്ദം കൊണ്ട് ഇതിനകത്ത് വന്നതല്ല. ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ പോകും, കേരളത്തിലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അത് തന്നെയാണ് കാരണം. പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. CPM വിട്ട് NDA മുന്നണിയിൽ ചേരാനുള്ളൊരു സാഹചര്യം എന്തായാലും രാജ്യത്തിൻ്റെ വികസനം മോദിജിയിലൂടെ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു അംഗീകാരം വന്നു തുടങ്ങി. അതിൽ ആകർഷനായാണ് ഞാനതിൽ ചേർന്നത്. ഇപ്പോഴത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഒരു ഒൻമാൻ ഷോ രീതിയിലോട്ട് പോകുന്നു. താഴെത്തട്ടിലുള്ള ചർച്ചകൾ കുറയുന്നു. പ്രാദേശിക തലത്തിൽ ചില ആൾക്കാരുടെ ഇടപെടലുകൾ പ്രസ്ഥാനത്തെ ദുർബലമാക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ളൊരു മറ്റ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശാബോധം നഷ്ടപ്പെട്ട് മറ്റ് വർഗീയ അജണ്ടകൾ മാത്രം വെച്ച് പുലർത്തി മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്? അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വർഗീയത ഇല്ലയെന്ന് ചോദിച്ചാൽ നേതാക്കളുടെ ഇടയിലെല്ലാം ഉണ്ട് വർഗീയതയ്ക്ക് എതിരാണ് ഞാൻ. ആ വർഗീയത വെച്ചുകൊണ്ട് പോകുന്നതിൽ യോജിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു രീതിയുണ്ട്. കാരണം അവർ പറയുന്നത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള സംസാരങ്ങളുണ്ട്, പക്ഷേ അവരുടെ എല്ലാം പെരുമാറ്റങ്ങൾ വർഗീയത തന്നെയാണ്. പുരോഗമനാത്മകമായ ഒരു രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് നിലനിൽക്കുന്നുണ്ട്? എനിക്കത് പറയാൻ കഴിയില്ല. അങ്ങനൊരു ബോധ്യം എനിക്കില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു നേതൃത്വം പുതിയ ഒരു മാറ്റത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിനെ എങ്ങനെ കാണുന്നു? രാജീവ് ജി BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയതോടുകൂടി അനേകം ആൾക്കാർ അത് വരുന്നതൊക്കെ നല്ല ലീഡർഷിപ്പിലുള്ളവരാണ് ഒക്കെ വന്ന് ഈ പ്രസ്ഥാനത്തിൽ ചേരുന്നത് ഈ വരുന്ന ഇലക്ഷനെ നന്നായിട്ട് മുൻപന്തിയിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വിശ്വാസം. കാരണം അദ്ദേഹത്തിൻ്റെ ചിട്ടയോടുള്ള പ്രവർത്തനം നമുക്ക് വളരെയധികം അംഗീകാരം തോന്നുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ തവണത്തെക്കാരും വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം ഉണ്ടാവും. കാരണം ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഏതാണ്ട് അംഗീകാരം ആയി കഴിഞ്ഞു. ഇപ്പോൾ ജാതി പറയണതല്ല, എന്നാലും എല്ലാം ഇതുവരെ BJPയെ വെറുത്തിരുന്നവർ മാറി വരുന്നുണ്ട്. ഇത് രാജ്യത്തിൻ്റെ ഒരു മഹാപ്രസ്ഥാനമാണെന്നുള്ള ചിന്ത അവരുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ആ മാറി വരുന്നത് തന്നെയാണ് ഇതിൻ്റെ വളർച്ച. ഇത്തവണ NDA എത്ര സീറ്റ് കേരളത്തിൽ നേടുമെന്നാണ് പ്രതീക്ഷ? അത് നിർവചിക്കാൻ കഴിയില്ല, പക്ഷേ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അങ്ങ് എത്ര കാലമായിട്ട് ഇടതുപക്ഷത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു? ഞാൻ 30 വർഷത്തിലധികമായി ആ പ്രസ്ഥാനത്തിൽ. ബാലസംഘം മുതൽ അതിനകത്ത് വന്ന ഞാനാണ് ഇന്ന് മാറിയത്. കാരണം 2 വർഷം കൊണ്ട് ഞാൻ അതിനകത്ത് മാനസികമായ പീഡനമാണ് അനുഭവിക്കുന്നത്. അത് അംഗീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നമ്മൾ അഭിമാനം എല്ലാവർക്കും ഉണ്ട്. ചിലപ്പോൾ അഭിമാനം വിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെന്ന് വരും. പക്ഷേ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലോട്ട് എത്തിയാൽ അത് നിന്നു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ആ പ്രസ്ഥാനം വിട്ടത്. ഏത് രീതിയിലാണ് ബുദ്ധിമുട്ട് നേരിട്ടത്? ഒരുപാട് തരത്തിലുണ്ട്. അത് വിവരിക്കാൻ കഴിയുന്നില്ല. വിവരിക്കേണ്ട ഒരു അവസരം വരെ ഞാൻ വിവരിക്കും. ഇപ്പോൾ ഞാൻ ആ അവഗണന സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അത് വിട്ടുമാറി. ഇപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ CPMൻ്റെ ഒരു നയം എങ്ങനെയാണ്, ഏത് രീതിയിലൊക്കെയാണ് വിഴിഞ്ഞം പ്രദേശത്ത് അങ്ങുൾപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്ത് നയമാണ് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വന്നതെന്ന് പറയാം? വിഴിഞ്ഞം പ്രദേശത്ത് CPM വളരെ പുറകിലാണ്. കാരണം ആ മേഖലയിൽ ആ ഏരിയയിൽപ്പെട്ട കുറേ നേതാക്കളുടെ പ്രവർത്തനം പ്രസ്ഥാനത്തെ വളരെ പുറകോട്ടെടുപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ പ്രസ്ഥാനം വിട്ടു നിൽക്കുക.
CPM എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തെ വിട്ട് ഒരുപാട് ആൾക്കാർ വെറുതെ നിൽക്കുകയാണ്. അതിൽ പലരും നല്ല ജന അംഗീകാരമുള്ളവരാണ്. തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തനം, അതായത് ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ജില്ലാ നേതൃത്വം എടുക്കുന്ന തീരുമാനം ഒന്ന്, അത് പ്രാദേശിക തലത്തിലോ ഏരിയ തലത്തിലോ വരുമ്പോൾ അവിടെ സൗകര്യം അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തു പോകും. എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾക്ക് മുൻനിർത്തി ചില നേതാക്കൾക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ആ സ്ഥാപിത താല്പര്യം തന്നെയാണ് ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്രയും പുറകിലോട്ട് പോയി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മേയർ നല്ലവനാണ്, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ, അദ്ദേഹത്തിന് രാഷ്ട്രീയം BJP ആണെങ്കിൽ എല്ലാ ജനങ്ങളുമായിട്ടും എല്ലാ രാഷ്ട്രീയക്കാരായിട്ടും നല്ല ബന്ധമുണ്ട്. ഒരു ജനകീയനായ മേയറെയാണ് ഞാൻ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ആ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പ്രവർത്തനം BJPയുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ NDAയുടെ ഈ തവണത്തെ ഇലക്ഷനെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് കാണുന്നത്? നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. കാരണം 50 കൗൺസിലർമാരുണ്ട് BJPക്ക് മാത്രം, ഒരു സ്വതന്ത്രനുണ്ട്. ഭരണം 5 കൊല്ലം മുമ്പ്, അതിലൊന്നും വേറെ തർക്കങ്ങളൊന്നുമില്ല. ഈ കോർപ്പറേഷൻ ഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും. തിരുവനന്തപുരത്ത് ഏകദേശം ഒരു 5 സീറ്റോളം BJPക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉറച്ചു നിൽക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അങ്ങ് ഉൾപ്പെടെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്? നല്ല ജനകീയ രീതിയിലോട്ട് എത്തുന്നുണ്ട്. അത് പ്രതീക്ഷ ഏർക്കുന്നുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു മതിപ്പ് നിലവിലുണ്ട്. ഇത് തുടർന്ന് കൊണ്ടുപോകും തോറും നല്ല വളർച്ച ഉണ്ടാകും. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന, അതായത് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന, ദേശീയതയോടൊപ്പം അണിചേരുവാൻ വേണ്ടിയിട്ട് NDAയോടൊപ്പം വരികയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചിത്രം മറിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.